ഹായ്. ആഹ്, നിങ്ങൾ ആരെങ്കിലും ഇത് ഞങ്ങളെപ്പോലെയാണോ? ഒന്ന് പറയണേ. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ഇപ്പൊ നിങ്ങളാവാം, നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ, നിങ്ങളെ പരിചയത്തിലുള്ള ആരെങ്കിലുമൊക്കെ നമ്മള് ദുബായിന്നൊക്കെ വരൂല്ലേ. ദുബായിൽ പോയിട്ട് വരുമ്പോ നമ്മള് പൊതുവെ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരാറ്? നമ്മള് പെർഫ്യൂംസ് വാങ്ങിക്കും, അല്ലെങ്കില് ചോക്ലേറ്റ്, നട്ട്സ്, ഡേറ്റ്സ്, ഏഹ്, ഈവൻ ഗോൾഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെയല്ലേ ആൾക്കാര് വാങ്ങിക്കൊണ്ടുവരാ ദുബായിന്ന്. പക്ഷെ ഞങ്ങൾ ദുബായിന്ന് വാങ്ങിച്ച കുറച്ച് കാര്യങ്ങൾ ദുബായിന്ന് കൊണ്ടുവന്ന ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ആദ്യത്തെ കാര്യം ഉം, ആ കുറച്ച് ഹെവിയാണ്. യെസ്, മാംഗോ. നല്ല എന്താ മണംന്നറിയോ? ഈ ഈജിപ്തിന്നാണെന്നാണ് പറഞ്ഞതെന്നാ എൻ്റെ ഓർമ്മ. നല്ല മണം. ആഹാഹാ! ഇങ്ങനത്തെ ഒരു 4 ബോക്സ് മാംഗോ. ഉം. എപ്പടി? നെക്സ്റ്റ് നല്ല നിറവും മണവും ഗുണവുമുള്ള പൈനാപ്പിൾ. ആഹാ! നല്ല കുട്ടി കുട്ടി പൈനാപ്പിൾ. അടുത്തത് ചെറി. യെസ്. സീ യെസ്. നല്ല ക്യൂട്ട് ക്യൂട്ട് ചെറീസ്. നൈസ്. അടുത്തത് പെയർ. നല്ല ക്രഞ്ചി ക്രഞ്ചി പെയർ. നെക്സ്റ്റ് വൺ മാൻഡറിൻ. ടൻ ടടേ. അടുത്തതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒന്ന് മുള്ളങ്കി, റാഡിഷ്. ഇതിവിടെ കിട്ടാഞ്ഞിട്ടൊന്നല്ലാട്ടോ. മുംബൈയിൽ ധാരാളമായി കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് ഇതില്. അപ്പൊ എവിടെ കണ്ടാലും ഞങ്ങൾ മുള്ളങ്കി ഇടും. അടുത്തതാണ് ഏറ്റവും വിലപ്പെട്ടത്. മുംബൈയിൽ അധികം കിട്ടാത്ത എന്നാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ എൻ്റെ ചുമന്ന ചീര. മുംബൈയിൽ ചീര കിട്ടും ചുവന്നത്. പക്ഷേ ഇവിടത്തെ ചീര ഉണ്ടാക്കി കഴിയുമ്പോഴേ പച്ചയായി മാറും. അതെന്താന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചീര എവിടെ കണ്ടാലും നാട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ കൊണ്ടുവരുന്ന സാധനമാണ് ചുവന്ന ചീര. അപ്പൊ ഇപ്രാവശ്യം ദുബായിന്ന് കൊണ്ടുവരാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? ടിൻ ടിൻ ടിൻ. അപ്പൊ ഇതുപോലെ കുറച്ച് കിറുക്കുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾ അതിൽ പെട്ടതാണോ? എങ്കിൽ കമന്റ് ബിലോ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.